നീ എൻ്റെ മനസ്സിലൊരു കുഞ്ഞാണെന്നും നിന്റെ അച്ഛനായ ഞാൻ നിന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുമെന്നും ഇനി മുതൽ നീ എന്നെ അച്ഛ എന്ന് വിളിക്കണമെന്നും ബാലചന്ദ്രൻ പറയുന്നതോടെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. തുടർന്ന് അച്ഛ എന്നുള്ള അലീനയുടെ വിളി കേട്ട് ബാലചന്ദ്രന് ഒരുപാട് സന്തോഷിക്കുന്നു. ഇതിനിടയിൽ അലീന തിരിച്ചു വന്ന വിവരവും ബാലചന്ദ്രൻ അലീനയെ ദത്തുപുത്രിയായി പ്രതിഷ്ഠിച്ച വിവരവും കമല ശിവനെ വിളിച്ചറിയിക്കുന്നു. പിന്നീട് ഭക്ഷണവുമായി മുറിയിലെത്തുന്ന അലീന ഒരു മകളാണെന്നുള്ള എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ബാലചന്ദ്രനോട് സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒരുപാട് സന്തോഷമാവുകയും നീ ഇനി ഈ അച്ഛനെ വിട്ട് എവിടേക്കും പോകരുതെന്നും പറയുന്നു. പിന്നീട് പുറത്തേക്ക് പോകുന്ന വൈജയോട് എവിടെ പോവുകയാണെന്ന് ചോദിക്കുന്ന കൃഷ്ണമോളോട് വൈജ ദേഷ്യപ്പെടുന്നു. ശേഷം അലീനയെ പുകഴ്ത്തി സംസാരിക്കുന്ന കൃഷ്ണമോളോട് നീ അച്ഛന് പഠിക്കുകയാണോ എന്ന് വൈജ ചോദിക്കുമ്പോൾ അച്ഛന് പഠിക്കുന്നതാണ് നല്ലതെന്നും അമ്മേനെ കണ്ടു പഠിച്ചാൽ ഞാനൊരു വഴിയാകുമെന്നും കൃഷ്ണമോള് പറയുന്നു. ഇത് കേട്ട് വൈജ കൃഷ്ണമോളോട് ദേഷ്യപ്പെടുമ്പോൾ കൃഷ്ണമോള് വൈജയ്ക്ക് കണക്കിന് കൊടുക്കുന്നു. ശേഷം അലീനയെ വീട്ടിൽ നിന്നും പുറത്താക്കാനായി അമ്മേനെ തിരികെ കൊല്ലപ്പള്ളിയിലാക്കാനായി വൈജ തീരുമാനിക്കുന്നു. തുടർന്ന് മുറിയിലെത്തുന്ന വൈജ മുത്തശ്ശിയുടെ ഡ്രസ്സും മറ്റും പാക്ക് ചെയ്യുകയും അമ്മേനെ ഞാൻ കൊല്ലപ്പള്ളിയിൽ കൊണ്ട് ആക്കാൻ പോവുകയാണെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി ഞെട്ടിപ്പോവുകയും കമലയുടെ അടുത്ത് കൊണ്ട് വിടുന്നതിലും നല്ലത് നീ എന്നെ കൊന്നു കളയുന്നതാണെന്നും പറയുന്നു. തുടർന്ന് നീയും കൊല്ലപ്പള്ളിക്ക് പോകാൻ തയ്യാറായിക്കൊള്ളാൻ വൈജ അലീനയോട് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ല എന്നും ഞാൻ ബാലചന്ദ്രൻ സാറിൻ്റെ മകളാണെന്നും അദ്ദേഹത്തെ ഞാൻ അച്ഛ എന്നാണ് വിളിക്കുന്നതെന്നും അലീന വൈജയോട് പറയുന്നു. തുടർന്ന് അലീന പറയുന്നതെല്ലാം കേട്ട് വൈജ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.